ഇന്നും നിങ്ങൾ തലമറക്കാരെയാണ് മീൻകാരന്റെ മുമ്പിൽ ഇറങ്ങിച്ചെന്നതെങ്കിൽ, ഇന്നും നിങ്ങൾ തലമറക്കാരെയാണ് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയതെങ്കിൽ, എന്റെ പെങ്ങളെ നിന്റെ ഹൃദയത്തിൽ തുരുമ്പാണ്. ആ ഹൃദയത്തിന്റെ തുരുമ്പ് മാറ്റാൻ പിന്നെ കഴിയൂല. അങ്ങനെ തുരുമ്പ് പിടിച്ചു പോയ ഹൃദയത്തിന് പരലോകത്ത് രക്ഷയില്ല. ഇല്ലാ മന്നതല്ലാഹ ബിഖൽബിൻ സലീം. രക്ഷ പ്രാപിച്ച ഹൃദയത്തിനല്ലാതെ, സലീമായ ഹൃദയത്തിനല്ലാതെ അല്ലാഹുവിന്റെ പരലോകത്ത് രക്ഷയില്ല. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ രണ്ടു മരുന്ന് പടവങ്കോട് പള്ളിയുടെ മുറ്റത്ത് നിന്ന് തുരുമ്പ് പിടിച്ചുപോലെ ഹൃദയത്തിന്റെ തുരുമ്പ് മാറ്റാ സമ്മാനിക്കുന്ന രണ്ടു മരുന്ന് സ്വീകരിച്ചുകൊണ്ട് വേണം പോകാൻ. ഒന്നാമത്തെ മരുന്ന് ദിക്റുൽ മൗത്ത്. അന്നാട്ടോൻ കഴിച്ചാ മരിക്കൂലെന്ന് ആരാ പറഞ്ഞത്? താത്തമാരെ ലേ, പത്രത്തിലൂടെ കാണുന്ന രക്ഷാമന്ത്രങ്ങൾ എഴുതി കെട്ടിയ മോതിരങ്ങൾ, ലക്ഷക്കണക്കിന് രൂപയുടെ മോതിരങ്ങളും അതുപോലെ തന്നെ പിന്നെ മനുഷ്യ ദൈവങ്ങൾ സമ്മാനിക്കുന്ന മറ്റ് മാരണങ്ങൾ നിറച്ചു വെച്ചിരിക്കുന്ന ഉപകരണങ്ങളും ജീവിതത്തിൽ സൂക്ഷിച്ചിരിക്കുന്ന സഹോദരിമാർ, മരണം വരൂല, അപകടം വരൂല, ദുഃഖം വരൂല, ദുരന്തം വരൂല എന്ന് പറഞ്ഞ് ജീവിക്കുന്നവരാണെങ്കിൽ മരണസ്മരണ ജീവിതത്തിൽ ഉണ്ടാക്കണം. നമ്മൾ ഉണ്ടായില്ലെങ്കിൽ നാളെ അതുണ്ടാകും. നാളത്തെ ആത്മാവിന്റെ നൊമ്പരങ്ങളെന്ന 2 മണിക്കൂറത്തെ പ്രഭാഷണം കേൾക്കുമ്പോ എന്റെ സഹോദരങ്ങളുടെ മനോമുഖരത്തിൽ അതുണ്ടാകും, അതുറപ്പാണ്. എത്ര കൂട്ടുകാരൻ നെഞ്ചത്തിലേക്ക് മണ്ണ് വാരിയിട്ട കരങ്ങളാ നമ്മുടേത്. അതുകൊണ്ട് തുരുമ്പ് പിടിച്ചുപോലെ ഹൃദയത്തിന്റെ തുരുമ്പ് മാറ്റാ. പ്രിയപ്പെട്ടവരെ, ഉറങ്ങാൻ കിടക്കുമ്പോൾ ഒരു മനുഷ്യൻ പറയാറുള്ളത് എന്താ? അല്ലാഹുമ്മ ബിസ്മിക അമൂതു വ അഹ്യാ, അല്ലാഹുമ്മ ബിസ്മിക അമൂതു വ അഹ്യാ. അല്ലാഹുവേ, നിന്റെ നാമം പറഞ്ഞുകൊണ്ട്, നിന്റെ നാമത്തിൽ ഞാനിതാ മരിക്കുന്നു, ഞാനിതാ ജീവിക്കുന്നു. മരിക്കുന്നു എന്ന് ആദ്യം പറയാ ഉറങ്ങാൻ കിടക്കുമ്പോ. സഹോദരിമാരാലോചിച്ചേ, മരണം എല്ലാവർക്കും വലിയ വെറുപ്പാണ്. മരണത്തിന്റെ ചിന്തകളും വെറുപ്പാണ്. ആരെങ്കിലും മരണത്തെ കുറിച്ച് പറഞ്ഞാൽ അങ്ങനെ പറയല്ലേടാ ശുക്കൂറേ, ദുആ സ്വീകരിക്കണ സമയടാ, അള്ളാഹു അങ്ങ് മരിപ്പിച്ചാലോ എന്ന് പറഞ്ഞുകൊണ്ട് വായ പൊത്താൻ നിർദ്ദേശിക്കുന്ന കാലഘട്ടമാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറയുന്നു, ഹൃദയത്തിന്റെ തുരുമ്പ് മാറ്റാൻ ഒന്നാമത്തത് മരണസ്മരണയാണ്. രണ്ടാമത്തതോ വതിലാവത്തിൽ ഖുർആൻ, വതിലാവത്തിൽ ഖുർആൻ. അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആനോദലാണ്. രണ്ടാമത്തെ അല്ലാഹുവിന്റെ ഖുർആനോദലാണ്. മരണസ്മരണ ജീവിതത്തിൽ കൊണ്ടുവന്നാൽ ഒന്നാമത് ഹൃദയത്തിന്റെ തുരുമ്പ് മാറ്റുന്ന മരുന്നായി, രണ്ടാമത്തത് പടച്ച റബ്ബിന്റെ ഖുർആനോദലാണ്. അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആനോദുന്നവരുടെ മനോമുഖരത്തിൽ കറുപ്പ് ബാധിക്കൂല, തുരുമ്പ് പിടിക്കൂല, ക്ലാവ് പിടിക്കൂല. അല്ലാഹുവിന്റെ ഖുർആനോദനം നമ്മുടെ മക്കളെ കൊണ്ട് ഓദിപ്പിക്കണം. ഖുർആനിനോടൊരു അടുപ്പവും താല്പര്യവും നമുക്ക് ഉണ്ടാവണം. ഇന്ന് കുടുംബശ്രീന്ന് ഒരു 100 രൂപ കിട്ടി, ഭർത്താവ് കാണാതെ ഒളിപ്പിച്ചു വെക്കണം എന്ന് ഭാര്യമാര് തീരുമാനിച്ചാൽ, ഭാര്യമാർ ആ പൈസ എവിടെയാണ് കൊണ്ടുവെക്കുക? അലമാരക്കകത്ത് വെച്ചാ കൊണ്ടുപോകും, മേശയ്ക്കകത്തിട്ടാ കൊണ്ടുപോകും, അരപ്പാൻ പെട്ടിയിലിട്ടാ കൊണ്ടുപോകും, ടിവിയുടെ അടിയിൽ വെച്ചാ കൊണ്ടുപോകും, കാസറ്റിന്റെ ഇടയിൽ വെച്ചാലും കൊണ്ടുപോകും. ആകെ മച്ച വരാത്ത ഒരു സ്ഥലമുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആനാണ്. ഖുർആൻ അകത്തെടുത്ത് ഒളിപ്പിച്ചു വെച്ചാൽ പിന്നെ ഭർത്താവിന് അങ്ങോട്ട് വരുന്ന പരിപാടിയില്ല. ഭർത്താവും ഖുർആനുമായിട്ട് യാതൊരുവിധ ബന്ധവുമില്ല. അതുകൊണ്ട് അല്ലാഹുവിന്റെ ഖുർആൻ നമ്മുടെ പള്ളികളിൽ അടുക്കി വെച്ചിരിക്കുകയാണ്, നിറക്കി വെച്ചിരിക്കുകയാണ്. നമ്മുടെ വീടുകളിലും അങ്ങനെ തന്നെയാണ്. ഖുർആൻ നമ്മെ ശപിക്കുന്നതിന് തൊട്ട് അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്, പടച്ച റബ്ബിന്റെ പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു ഏറ്റവും അധികം ഇഷ്ടപ്പെട്ട ഒരു സൂറത്ത് 3 പ്രാവശ്യം ഓതിയിട്ടാണ് ഇന്ന് ദുആ ചെയ്യാൻ പോകുന്നത്. അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആനിന്റെ ഒരു അല്ലാഹു ഇഷ്ടപ്പെട്ട ഒരു സൂറത്തുണ്ട്, അത് 3 പ്രാവശ്യം ഓതിയിട്ടാണ് ഇന്ന് ദുആ ചെയ്യാൻ പോകുന്നത്. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാര്, സഹോദരങ്ങള്, മാതാപിതാക്കൾക്ക് വേണ്ടി നിയ്യത്ത് ചെയ്തുകൊണ്ട് 2-3 ദിവസം കൂടുമ്പോ 101 പ്രാവശ്യം ആ സൂറത്ത് ഓതിയാൽ മാതാപിതാക്കളുടെ തലയിലേക്ക് അല്ലാഹു സ്വർഗീയ കിരീടം വെച്ചു കൊടുക്കുന്നതാണ്. മാതാപിതാക്കൾക്ക് സ്വർഗീയ കിരീടം. ഖുർആനിന്റെ ശാപം നമുക്ക് കിട്ടാതിരിക്കാൻ വേണ്ടി ഇൻഷാ അല്ലാഹ്
നല്ല ഒരു സ്വതക്ക എല്ലാവരും ഒന്ന് കയ്യിലെടുക്കണം. പിരിവിന് വേണ്ടിയിട്ടല്ല, നമ്മളെല്ലാവരും നമ്മുടെ മനസ്സിൽ. ഇന്നലെ എനിക്ക് ഒരു നിരാശ തോന്നിപ്പോയി, കാരണം എല്ലാവരും വന്നു. എന്തെങ്കിലുമൊക്കെ ചെറിയൊരു സ്വതക്ക നമുക്ക് ചെയ്യാൻ താല്പര്യമുള്ള ഒരു വേദിയാകാൻ ഞാൻ ആഗ്രഹിച്ചിരുന്നു. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ആദ്യം ഈ സദസ്സിലേക്ക് കൊണ്ടുവന്ന് എന്റെ കയ്യിൽ നിന്ന് ഞാൻ തരുന്ന ചെറിയൊരു സ്വതക്ക വാങ്ങിയിട്ട് ഇൻഷാ അല്ലാഹ് ബാക്കി എല്ലാവരുടെ മുന്നിലും കൊണ്ടു ചെല്ലണം. റഹ്മാനായ പടച്ച റബ്ബ് നമ്മുടെ ഈ പരിശുദ്ധമായ പള്ളിയിൽ ഈ അനുഗ്രഹീതമായ ഇൽമിന്റെ വേദിയുടെ വിജയത്തിന് വേണ്ടി ചെയ്യുന്ന സ്വതക്ക സ്വീകരിക്കട്ടെ. ഒരു 3 സലാത്ത് ചൊല്ലി ഈ ബക്കറ്റിലേക്ക് ഇന്ന് സ്വതക്ക ഇടാൻ പോകുന്നവർക്ക് ദുആ ചെയ്തുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് സ്വതക്ക ചെയ്യാം. സല്ലല്ലാഹു അലാ മുഹമ്മദ് ഇരുന്ന മതി. സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. അല്ലാഹുവേ റഹ്മാനായ രാജസയ്യിദായ നാഥ, മനോഹരമായി പരിപാടിയുടെ വിജയത്തിനു വേണ്ടി ഈ പള്ളിയുടെ മുറ്റത്ത് വന്നിരിക്കുന്നവരിൽ ആരൊക്കെയാണോ എന്തൊക്കെ നിയ്യത്ത് ചെയ്തുകൊണ്ട് ഈ ബക്കറ്റിലേക്ക് സ്വതക്ക ഇടുന്നുവോ ആ നിയ്യത്ത് നീ ഖബൂലാക്കണേ അല്ലാഹ്. റഹ്മാനായ പടച്ചവനെ, എന്ത് ആഗ്രഹമാണോ മനസ്സിലുള്ളത്, എന്തുദ്ദേശമാണോ മനസ്സിലുള്ളത്, ഈ സ്വതക്ക ചെയ്യുന്നതോടുകൂടി ആ മുറാദ് ഹാസിലാക്കി കൊടുക്കണേ തമ്പുരാനെ. റഹ്മാനായ നാഥ, രാജസയ്യിദായ പടച്ചവനെ, ഇതിലേക്ക് സ്വതക്ക ഇടുന്നവരെ നീ ക്യാൻസർ രോഗികളാക്കല്ലേ അല്ലാഹ്. അവരുടെ കുടുംബത്തിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കണേ അല്ലാഹ്. അവരുടെ മക്കൾക്ക് മാരകമായ രോഗം നീ കൊടുക്കല്ലേ അല്ലാഹ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. എല്ലാ സഹോദരങ്ങളും അവരവരാൽ കഴിയുന്നത്, കാര്യമായ വലിയ സ്വതക്കയൊന്നും ചെയ്യണമെന്നില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ റബ്ബ് മാത്രം അറിയുന്നതാ. പേരില്ല, പ്രശസ്തിയില്ല, അഡ്രസ് ഇല്ല, ഒന്നുമില്ല. ഒരു കാര്യം നടക്കണമെന്ന് നിയ്യത്ത് ചെയ്തുകൊണ്ട് ഒരു സ്വതക്ക എടുക്കുക. ആ സ്വതക്ക വളരെ സന്തോഷത്തോടെ അൽഹംദുലില്ലാഹ് ഈ സഹോദരങ്ങളുടെ ഈ കൊണ്ടുവരുന്ന ആ ബക്കറ്റിലേക്ക് നിയ്യത്ത് ചെയ്തുകൊണ്ടിടുക. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് ആഗ്രഹം മനസ്സിൽ കരുതി, എന്തുദ്ദേശം മനസ്സിൽ കരുതിയിട്ട് ഈ സ്വതക്ക ചെയ്യുന്നുവോ റഹ്മാനായ പടച്ച റബ്ബ് അവരുടെ മുറാദ് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിപൂർണമായും ഹാസിലാക്കി കൊടുക്കുമാറാകട്ടെ എന്ന് ഞാൻ ദുആരക്ക്. അപ്പോൾ അസ്റായിൽ വരുന്നതിന് മുമ്പ് തുരുമ്പ് പിടിച്ച ഹൃദയത്തെ വെളുപ്പിക്കണം, ഇല്ലെങ്കിൽ അപകടമാണ്. എപ്പോഴാണ് വരുന്നതെന്നൊന്നും പറയാൻ പറ്റൂല. കുഞ്ഞുമക്കൾ മരിക്കുന്നു, പ്രായം ചെന്നവർ മരിക്കുന്നു, അതുപോലെ ഒരുപാട് പ്രായമുള്ളവർ മരിക്കാതെ വീട്ടിൽ കിടക്കുമ്പോൾ അവരുടെ മക്കളും ചെറുമക്കളും മരിക്കുന്നു. അതുകൊണ്ട് വലയ്യുഅഖിറല്ലാഹു നഫ്സൻ ഇദാ ജാഅ അജലുഹാ വല്ലാഹു ഖബീറും ബിമാ തഅമലൂൻ. അല്ലാഹു നിശ്ചയിച്ച ഒരു സമയമുണ്ടല്ലോ, ആ സമയം എത്തിക്കഴിഞ്ഞാൽ നമ്മളെല്ലാവരും പോയേ പറ്റൂ. അങ്ങനെ പോകുന്നതിന് മുമ്പ് നമ്മുടെ ഹൃദയം നമ്മൾ ശുദ്ധിയാക്കണം. നമ്മുടെ ഹൃദയത്തിനകത്തേക്ക് നമ്മൾ ഇന്നലെയും ഇന്നും പറഞ്ഞ എല്ലാ സ്വഭാവ ഗുണങ്ങളും നിറച്ചു വെച്ചുകൊണ്ട് അല്ലാഹു ഇഷ്ടപ്പെട്ട ജീവിതം നമ്മൾ നയിക്കണം. അതിന് അല്ലാഹു തൗഫീഖ് തരട്ടെ. അസ്റായിൽ അലൈഹിസ്സലാം എപ്പോഴാണ് വരുന്നതെന്ന് പറയാൻ പറ്റൂല. അതുകൊണ്ട് അതിനു മുമ്പ് ഒരുങ്ങി തയ്യാറെടുക്കുക. നാളെ ചെയ്യാമെന്ന് പറഞ്ഞ് മാറ്റിവെക്കാറ്. ഇന്നെന്റെ പടവങ്കോട് പള്ളിയുടെ മുറ്റത്തിരുന്ന് വീട്ടിലേക്ക് തിരിച്ചു പോകുന്നവരോട് എനിക്ക് പറയാനുള്ളത്, അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ ഓതാൻ അറിയുന്നവരാണ് നിങ്ങളെങ്കിൽ, അറിഞ്ഞുകൂടാത്തവരുണ്ട് എന്നതാണ് ഏറ്റവും വലിയ ഈ സമുദായത്തിന്റെ പരാജയം. കഴിഞ്ഞ വർഷം പരിശുദ്ധ റമളാൻ മാസത്തിൽ അവസാന 10 ദിവസത്തെ അട്ടക്കുളങ്ങര പള്ളിയിലെ എഴുത്തിക്കാഫ്, ഒരു ദിവസം നിങ്ങളെ ഞാൻ ക്ഷണിക്കുകയാണ്. 10 ദിവസത്തിൽ ഏതെങ്കിലും ഒരു ദിവസം നിങ്ങൾക്ക് ആർക്കും അവിടെ വരാം. ഇൻഷാ അല്ലാഹ് 2 മണിക്കൂർ പ്രസംഗം, അത് കഴിഞ്ഞ് ദുആ. നോമ്പ് 20 മുതൽ എല്ലാ രാത്രികളിലും ഉണ്ടായിരിക്കും. എന്റെ പ്രിയപ്പെട്ടവരെ, അവിടെ ഒരു സഹോദരൻ അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഇഖ്ലാസ് ആണ് നമ്മൾ ഇന്ന് 3 പ്രാവശ്യം ഓതാൻ പോകുന്ന സൂറത്ത്. ചെറിയ സൂറത്താണ്, ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ്. ആ സൂറത്ത്, ഈ ചെറിയ സൂറത്ത് ആ സഹോദരനോട് ജീവിതത്തിന്റെ വിജയത്തിന് ഓതാൻ പറഞ്ഞപ്പോൾ പറയാണ്, ഉസ്താദെ മലയാളത്തിൽ ഒന്ന് എഴുതി തരൂ എന്ന് ചോദിക്കാം. സങ്കടം തോന്നിപ്പോയി. ആ സഹോദരനെ കുറ്റപ്പെടുത്തിയതല്ല, ഒരുപക്ഷെ ഈ ഭാഗത്ത് എവിടെയെങ്കിലും ഉള്ള കൂട്ടുകാരനുമായിരിക്കാം. ആ സഹോദരനെ കുറ്റപ്പെടുത്തിയതല്ല, ആ സഹോദരനെ ഗുണപാഠമാക്കി എടുത്തുകൊണ്ട് എന്റെ നാട്ടിലുള്ള മറ്റു സുഹൃത്തുക്കളോട് പറയുകയാണ്,
നഴ്സറിയിൽ പോകുന്ന കുഞ്ഞു പോലും കാണാതെ ഓതുന്ന ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് എന്ന് പറയുന്ന ആ ഒരു സൂറത്ത് ഓതാൻ 27 വയസ്സുള്ള സഹോദരന് കഴിയുന്നില്ല എങ്കിൽ മാതാപിതാക്കളായ നമ്മളൊക്കെ മക്കളെ ഏത് കോലത്തിലാ വളർത്തുന്നത്? മദ്രസയിലൊന്ന് ശ്രദ്ധിക്കാൻ, മദ്രസയുടെ കാര്യത്തിലൊന്ന് ശ്രദ്ധിക്കാൻ. എന്തിനേറെ ഒരു ചെറിയ ഉദാഹരണം ഞാൻ പറയാം. നമ്മൾ ഇന്ന് വീട്ടിലേക്ക് ചെന്നിട്ട് നമ്മുടെ മക്കളോട് പറയണം, സ്കൂളിൽ നീ കൊണ്ടുപോകുന്ന പുസ്തകവും മദ്രസയിൽ കൊണ്ടുപോകുന്ന പുസ്തകവും എടുത്തുകൊണ്ട് വരാൻ പറയാം. സ്കൂളിൽ കൊണ്ടുപോകുന്ന പുസ്തകം പെട്ടെന്ന് എടുത്തുകൊണ്ട് വരും. അതിന്റെ ബൈൻഡ് വെള്ളം വീണാൽ തെറിച്ചു പോകുന്ന ചേമ്പില പോലെ വില കൂടിയ ബൈൻഡാണ് സ്കൂളിലെ പുസ്തകത്തിൽ ഇട്ടിരിക്കുക. മദ്രസയുടെ പുസ്തകം ഇപ്പൊ കൊണ്ടുവരാമെന്നും പറഞ്ഞു പോയവനെ കാണുന്നില്ല. വാപ്പ വിളിച്ചു നോക്കി, എടാ എവിടാ ചെയ്താനെ, മദ്രസയുടെ ബുക്ക് എടുക്കാൻ പോയിട്ട് കണ്ടില്ലല്ലോ. ഇപ്പൊ വരാ വാപ്പ, അഖിലാക്ക് കണ്ടില്ല. അഖിലാക്ക് പോയി. അവസാനം വിറക് വരയുന്ന 2 പേപ്പർ, അടുക്കളയിൽ നിന്ന് 3 പേപ്പർ എല്ലാം കൂടെ എടുത്ത് ഒട്ടിച്ചിട്ട് വരുമ്പോ ദീനിയാത്തിന്റെ ഒരു കടലാസ കണ്ടില്ല. അതെവിടെയാടാ? അത് ഇന്നലെ ഉമ്മാമയുടെ കട്ടിന്റെ അടി കിടക്കണം, ഞാൻ പോയി നോക്കട്ടെ. ഉമ്മാമയുടെ അടുത്ത് പോവാ. ഉമ്മാമയുടെ അടുത്ത് എല്ലാം ഉമ്മാമ ദീനിയാത്തിന്റെ കടലാസ് ഇങ്ങനെ കീറിയിട്ടുണ്ടല്ലോ ചെവിക്കാത്. ദീനിയാത്തിന്റെ കടലാസ മദ്രസയുടെ നമ്മുടെ പുസ്തകത്തിന്റെ അവസ്ഥ ഏതാ? ഓർത്തു നോക്കണം നമ്മൾ. ഈ ഒരവസ്ഥയാണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ അപകടമാണ്, പരാജയമാണ്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് അസ്റായിൽ പല സ്ഥലങ്ങളിലും വന്നു, പലരെ മുമ്പിലും വന്നു, പലരെയും കൊണ്ടുപോയി. എന്റെയും നിങ്ങളുടെയും മുമ്പ് വരുമ്പോ നമ്മുടെ ഹൃദയം ഇങ്ങനെ പളുങ്കുപോലെ പ്രകാശിക്കണം പ്രിയപ്പെട്ടവരെ. അതിനുള്ള 2 വരുന്നെന്താണ്? എല്ലാ ദിവസവും ഞാനൊന്ന് മരിക്കുമോ, ഞാനൊന്ന് മരിക്കുമോ? ആരോഗ്യത്തോടെ നടന്നവര് മരിച്ചില്ലേ, ആഫിയത്തോടെ നടന്നവര് മരിച്ചില്ലേ, ഇന്ന് വരെ മരുന്ന് പോലും കടിക്കാതെ ഹോസ്പിറ്റലിൽ പോലും കയറാതെ ഇരുന്നവര് മരിച്ചില്ലേ? അതുകൊണ്ട് ആ മരണസ്മരണ, രണ്ടാമത്തൊരു തിലാവത്തുൽ ഖുർആൻ, അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ. ഈ 2 മരുന്ന് ജീവിതത്തിൽ ഉണ്ടാവണം. ഇന്ന് വീട്ടിലേക്ക് ചെന്നിട്ട് അൽഹംദുലില്ലാഹ് സൂറത്തുൽ ഇഖ്ലാസ് അഥവാ ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ് എന്ന സൂറത്ത് ഏറ്റവും ചുരുങ്ങിയത് ഒരു 51 പ്രാവശ്യമെങ്കിലും എൻ്റെ സഹോദരങ്ങളെ സഹോദരിമാർ ഓതിയിട്ട് അല്ലാഹുമ്മ ബാരിക് ലനാ ഫിൽ മൗതി വഫീമാ ബഅദൽ മൗത്, മരണത്തിലും മരണത്തിന് ശേഷമുള്ള ജീവിതത്തിലും ബറക്കത്ത് ചെയ്യണേ എന്ന് അള്ളാഹുവിനോട് കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യണം. പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന രീതിയിൽ മരിക്കാതിരിക്കാൻ, അപകടത്തിൽ മരിക്കാതിരിക്കാൻ, ദുരിതത്തിൽ മരിക്കാതിരിക്കാൻ, അങ്ങനെ അള്ളാഹുവിനോട് നിങ്ങൾ ദുആ ചെയ്യണം. അള്ളാഹു നമ്മുടെ ദുആ പരിപൂർണമായും സ്വീകരിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഒരുപാട് സഹോദരങ്ങൾ ദുആ ലിസ്റ്റ് എൻ്റെ പ്രിയപ്പെട്ട സംഘാടകരുടെ കയ്യിൽ ഏൽപ്പിച്ച് ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അവരിൽ പ്രധാനപ്പെട്ട 1-2 പേരുടെ ലിസ്റ്റ് ഞാൻ വായിക്കാം. കാരണം ഈ നല്ല സദസ്സിൽ ഏറ്റവും അനുഗ്രഹമായത് മഴ നമ്മുടെ ദുആ സ്വീകരിക്കുന്നതിനൊരു കാരണമാണ് എന്നതാണ്. മെനിങ്ങാന്ന് വരെ മഴയില്ലായിരുന്നു, ഇന്നലെ മുതൽ മഴ തുടങ്ങി. എങ്കിലും നമ്മളെ ഒരുപാട് ഉപദ്രവിക്കാതെ ഈ വിശാലമായ സ്ഥലത്ത് മഴ പെയ്താൽ നമ്മൾ എവിടെ ഓടും? പള്ളിക്കകത്തിരിക്കാനുള്ള സൗകര്യത്തിലൊക്കെ നിറഞ്ഞ ആൾക്കാരിയ്ക്കുകയാണ്, മാറിയിരിക്കാൻ സ്ഥലമില്ല. എത്ര ടാർപ്പ് കെട്ടിയാലും മഴ ശക്തമായി പെയ്താൽ എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ തളരും. അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹം എന്ന് പറയാം. ഇച്ചിരി നേരമൊക്കെ ആ മഴ ഒന്ന് മാറി നിന്ന് നമ്മുടെ സന്തോഷത്തിന് വേണ്ടി നമ്മുടെ ഈ പള്ളിയുടെ ബറക്കത്തും അനുഗ്രഹവും കഷ്ടപ്പെട്ട പ്രിയപ്പെട്ട പ്രവർത്തകരെ വേദനിപ്പിക്കാതെ വെറുപ്പിക്കാതെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആവേശത്തോടെ ഈ സമയം വരെയും അത് കൊണ്ടെത്തിച്ചു. ഗൾഫിൽ നിന്നും ഒരു പിതാവ് മക്കളുടെ രോഗങ്ങൾ മാറുന്നതിന് വേണ്ടി ദുആ ചെയ്യാൻ 1000 രൂപ അൽഹംദുലില്ലാഹ് സംഭാവന. അല്ലാഹു ആ പ്രിയപ്പെട്ട സഹോദരന്റെ മക്കൾക്ക് ആഫിയത്ത് കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ഷരീഫ ബീവി ഷഫീറ മനസ്സിൽ 500 രൂപ. കുടുംബത്തിലെല്ലാവർക്കും രോഗമാണ്, രോഗങ്ങളൊക്കെ മാറി ആഫിയത്ത് ഉണ്ടാകുന്നതിന് വേണ്ടി ദുആ ചെയ്യാൻ. പാലിയോട് അബൂ സാലി 1000 രൂപ ദുആ ചെയ്യാൻ. അല്ലാഹു മേൽ പറയപ്പെട്ട സഹോദരിയുടെയും ഈ സഹോദരന്റെയും ജീവിതം അല്ലാഹു വിജയത്തിലെത്തിച്ചു കൊടുക്കുമാറാകട്ടെ. സനൂജ ബീവി RSN ഹൗസ് 500 രൂപ. ഗൾഫിൽ നിൽക്കുന്ന ഭർത്താവിന്റെ രോഗം മാറാൻ വേണ്ടി ദുആ ചെയ്യാൻ. അല്ലാഹു ആ സഹോദരിയുടെ ഭർത്താവിന് ആഫിയത്തോട് അനുഗ്രഹിക്കട്ടെ. അവസാനം ദുആ ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് ദുആ ചെയ്യുമെന്നറിയിക്കും. അതുപോലെ ദുആ ചെയ്യുന്നതിന് വേണ്ടി വേറെ 1000 രൂപ. അല്ലാഹു ഈ സ്വതക്കകളെ സ്വീകരിക്കട്ടെ. അവിടെ മനസ്സിന്റെ മുറാദ് അല്ലാഹു വാസിലാക്കി കൊടുക്കുമാറാകട്ടെ. മരണപ്പെട്ടു
പോയ മാതാപിതാക്കൾക്കും കുടുംബത്തിനും വേണ്ടി ദുആ ചെയ്യാൻ ഷാജി BMB 1001 രൂപ അൽഹംദുലില്ലാഹ് സംഭാവന അള്ളാഹു സ്വീകരിച്ചുകൊണ്ട് ആ മരണപ്പെട്ടു പോയ മാതാപിതാക്കളെ ഈ രാവിലെ ഓർത്തു ആ സഹോദരൻ ആ മാതാപിതാക്കളുടെ ഖബറിടങ്ങളെ അള്ളാഹു വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് 11 സ്വലാത്തും 3 സൂറത്തുൽ ഇഖ്ലാസും ഓതി. കാരണം ജീവിതത്തിൽ ഒരുപാട് കഷ്ടപ്പെടുന്നവരാ നമ്മൾ. ഒത്തിരി ദൂര സ്ഥലത്ത് നിന്ന് വാത് കേൾക്കാൻ വന്നവരുണ്ട്. അവർക്കൊക്കെ ഇന്നത്തെ ദുആ ഒരു നേട്ടമായിരിക്കണം. ജീവിതത്തിൽ വലിയ ഒരു വിജയത്തിന് ഈ ദുആ ഒരു കാരണമായിരിക്കണം. അതുകൊണ്ട് എല്ലാ സഹോദരങ്ങളും ഈ സദസ്സിന്റെ മുമ്പിലേക്ക് എഴുന്നേറ്റ് നിന്നുകൊണ്ട് മുമ്പിലേക്ക് വരിക. ആ പള്ളി ആ ഭാഗത്തൊക്കെ ഇരിക്കുന്നവർക്ക് സദസ്സിന്റെ മുമ്പിലേക്ക് എല്ലാ സഹോദരങ്ങളും സഹോദരിമാരിരുന്നാൽ മതി. സഹോദരങ്ങളൊക്കെ എഴുന്നേറ്റ് മുമ്പിലേക്ക് വരിക. ഇൻഷാ അല്ലാഹ് ദുആ ചെയ്യണം. ഏറ്റവും വലിയ പ്രതീക്ഷ ഒരു മനുഷ്യൻ ചെയ്യുന്ന ദുആയാണ്. അപ്പോ അത് ഒരു സമാധാനത്തിന് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷമാണ് ദുആ. ഒരിക്കലും നമ്മൾ മറക്കരുത്. പ്രത്യേകിച്ച് ഇന്ന് അൽഹംദുലില്ലാഹ് 11 സ്വലാത്ത് ചൊല്ലി അതിലുപരി സൂറത്തുൽ ഇഖ്ലാസ് 3 പ്രാവശ്യം ഓതി. കസേരയൊക്കെ ഒന്ന് നീക്കിട്ടോ. 3 പ്രാവശ്യം ഓതി നമ്മൾ ദുആ ചെയ്യാൻ പോവാൻ. ഇൻഷാ അല്ലാഹ് ഈ സദസ്സിന്റെ വിജയത്തിനു വേണ്ടി നമ്മുടെ വാദു പരിപാടിയുടെ പരിപൂർണമായ വിജയത്തിനു വേണ്ടി ധാരാളം പേര് സ്വതക്ക ചെയ്തിട്ടുണ്ട്, ചെറുതും വലുതുമായി. ആ ലിസ്റ്റൊക്കെ ഇൻഷാ അല്ലാഹ് നാളെ വായിക്കും. അതിന്റെ കൂടെ നാളെ ആർക്കെങ്കിലും സ്വതക്ക ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ 100, 500, 1000 ഒക്കെ നമുക്ക് കൊടുക്കണമെന്ന് ആ മനസ്സിൽ കരുതുന്നവരുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് അവര് നാളെ വരുമ്പോൾ ഈ സദസ്സിലേക്ക് കൊണ്ടുകൊടുത്ത് 100 ആണെങ്കിൽ അത് 50 ആണെങ്കിൽ അത് കൊണ്ടുകൊടുത്ത് സംഘാടകരുടെ കയ്യിൽ ഏൽപ്പിച്ച് ആത്മാവിന്റെ നൊമ്പരങ്ങൾ എന്ന മനസ്സ് നിറയുന്ന ആ വിഷയം ശ്രവിക്കുന്നതിന് എല്ലാ സഹോദരങ്ങളും നമ്മളാൽ കഴിയുന്ന സ്വതക്ക ഇട്ടുകൊണ്ട് കൊടുത്തുകൊണ്ട് വരിക. മക്കറ്റിലൊക്കെ അൽഹംദുലില്ലാഹ് എല്ലാവരും വളരെ കാര്യമായ രീതിയിൽ സ്വതക്ക ഇട്ടിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ സ്വതക്ക പരിപൂർണമായും സ്വീകരിക്കുമാറാകട്ടെ.